ജെയിംസ് കാമറൂണിന്റെ സയൻസ് ഫിക്ഷൻ ചിത്രം അവതാറിന്റെ മൂന്നാം ഭാഗമായ അവതാർ ഫയർ ആൻഡ് ആഷിന് പ്രതീക്ഷിച്ച പ്രേക്ഷക പിന്തുണയില്ല. ദൈർഘ്യം തന്നെയാണ് പ്രധാന വില്ലൻ. 3.5 മണിക്കൂറാണ് ചിത്രത്തിന്റെ ദൈർഘ്യം. ജെയിംസ് കാമറൂണിന്റെ സയൻസ് ഫിക്ഷൻ ചിത്രം അവതാറിന്റെ മൂന്നാം ഭാഗം അവതാർ ഫയർ ആൻഡ് ആഷസ് റിലീസിനെത്തി. ചിത്രം പണ്ടോറയെക്കുറിച്ചുള്ള ഇതിഹാസ കഥയുടെ തുടർച്ചയായിട്ടാണ് എത്തിയത്. പക്ഷേ ചിത്രത്തിന് മികച്ച അഭിപ്രായം ലഭിക്കുന്നില്ല. ജെയിംസ് കാമറൂൺ ചിത്രത്തിന് ആദ്യ 2 അവതാർ ചിത്രങ്ങളുടെയും അടുത്തെത്താനായില്ലെന്ന് പ്രേക്ഷകർ പറയുന്നു. ചിത്രത്തിന് റേറ്റിംഗ് കുറഞ്ഞതോടെ ഇന്ത്യയിൽ ബുക്കിംഗിനും ഇടിവുണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ. പരമ്പരയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ചിത്രം കൂടിയാണിത്. 3 മണിക്കൂറും 12 മിനിറ്റും ദൈർഘ്യമുണ്ട് ചിത്രത്തിന്. ഇതാണ് ആരാധകരെ മടുപ്പിക്കുന്നത്. 2009 ആദ്യ അവതാർ പുറത്തിറങ്ങിയപ്പോൾ ചലച്ചിത്ര നിർമ്മാതാവ് ജെയിംസ് കാമറൂൺ പണ്ടോറയുടെ അത്ഭുതങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തി. സിനിമയിലെ ദൃശ്യപ്രഭാവങ്ങളും കാമറൂൺ സൃഷ്ടിച്ച ലോകവും സിനിമയ്ക്കൊരു നിർണായക നിമിഷമായിരുന്നു നൽകിയത്. കാരണം പലരും CGIയുടെ മഹത്വത്തിനും അത് സിനിമകളെ ദൃശ്യപരമായി എങ്ങനെ സമ്പന്നമാക്കുന്നു എന്നതിനെ സാക്ഷ്യം വഹിച്ചത് അവതാറിലൂടെയാണ്. പ്രീക്വലുകൾ പോലെ തന്നെ ഈ സിനിമയും അതിന്റെ സാങ്കേതിക മികവിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ജെയിംസ് കാമറൂണും സംഘവും ദൃശ്യപരമായി അതിശയിപ്പിക്കുന്ന ഒരു സിനിമയായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അവതാർ ദി വേ ഓഫ് വാട്ടർ അവസാനിച്ചിടത്തു നിന്നാണ് ചിത്രം ആരംഭിക്കുന്നത്. ഒരു ഹിറ്റ് ഫ്രാഞ്ചൈസിയുടെ ഭാഗമായി ഒരു സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എപ്പോഴും ഉയർന്നതാണ്. മിക്ക കേസുകളിലും തുടർഭാഗങ്ങൾ നിരാശപ്പെടുത്തുകയും ഈ പ്രതീക്ഷകളുമായി പൊരുത്തപ്പെടാൻ കഴിയാതാവുകയും ചെയ്യാറുണ്ട്. ദൃശ്യമികവിന് പുറമെ അവതാർ ഫയർ ആൻഡ് ആഷിന് വളരെ പ്രവചനാതീതമായ ഒരു പ്ലോട്ടും ഫ്രാഞ്ചൈസിയുടെ മുൻകാല സിനിമകളെക്കുറിച്ചുള്ള ബോധം നൽകുന്ന വളരെ മങ്ങിയ കഥാഗതിയുമുണ്ട്. കെട്ടുറപ്പുള്ള തിരക്കഥയുടെ അഭാവം മാത്രമാണ് ചിത്രത്തിന് തിരിച്ചടിയായിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.